ശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. വ്യായാമം, ഫിറ്റ്നസ് ദൈവം ഇഷ്ടപ്പെടുന്നുണ്ടോ? ബൈബിളിൽ, വചനത്തിൽ ആരോഗ്യം, വ്യായാമം, ഫിറ്റ്നസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെവിടെയാണ്, എങ്ങനെയാണ്? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരുന്ന ഒരു ചിന്തയാണ്. തീർച്ചയായിട്ടും പലരും ചിന്തിക്കുന്ന ഒരു കാര്യവും ചോദിക്കുന്ന ഒരു ചോദ്യവുമാണ്, വ്യായാമം ചെയ്യുന്നത് പാപമാണോ? അല്ലെങ്കിൽ ഈ ഫിറ്റ്നസ്, ബോഡി ബിൽഡിങ്, അല്ലെങ്കിൽ കായിക പരിശീലനങ്ങൾ, പവർ ലിഫ്റ്റിങ്, വെയ്റ്റ് ലിഫ്റ്റിങ്, അതിൽ ബെഞ്ച് പ്രസ്, സ്ക്വാട്ട്, ഡെഡ് ലിഫ്റ്റ്, ഇങ്ങനെ പല വിഭാഗങ്ങളൊക്കെ ഉണ്ട്. ആം റെസ്റ്റ്ലിങ്, ഇതൊക്കെ പാപമാണോ, തെറ്റാണോ? അല്ലെങ്കിൽ അതുകൊണ്ട് ഗുണങ്ങൾ വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ വെറുതെ സമയം കളയുകയാണോ, ദോഷമാണോ എന്ന് ഇതാ തിമോത്തിയോസിന് പൗലോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനത്തിൽ അങ്ങ് തുടങ്ങാം. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. എന്നാൽ കുറച്ച് പ്രയോജനം ഉണ്ട്. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനം ഉണ്ട്. അത് പാപമാണ്, കൊള്ളത്തില്ല, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ശാരീരികമായ പരിശീലനങ്ങൾ, കാരണം സൈക്, സോമ, ന്യൂമ, ശരീരം, മനസ്സ്, ആത്മാവ്, ഇത് മൂന്നും ചേർന്നതാണല്ലോ ഒരു വ്യക്തി. ഈ ശരീരം ഒരു കൂടാരമാണ്. അപ്പോൾ ആത്മാവ് വിട്ടുപോയാൽ ആ ശരീരം ശൂന്യമാണ്, അത് അഴിയാൻ തുടങ്ങും. പക്ഷേ ശരീരത്തോടെ ഇരിക്കുമ്പോൾ ആരോഗ്യത്തോടെ, വെൽനെസ് ആയിട്ട്, ഫിറ്റായിട്ട്, ഹെൽത്തി ആയിട്ട് ഇരിക്കണം. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ഉണ്ടെന്നേ, ബൈബിളിലുണ്ട്. ദൈവം തന്ന ശരീരത്തെ, ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാൻ, ജീവിതകാലം മുഴുവൻ അത് വിശുദ്ധമായും ഫ്രഷായും ഉന്മേഷത്തോടെയും കാത്തു സൂക്ഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ സ്പിരിച്വാലിറ്റി, അല്ലേ, ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഫിറ്റ്നസ് മാത്രമല്ല, സ്പിരിച്വാലിറ്റി, ആത്മീയത വേണം. ആത്മാവില്ലാത്ത ശരീരം ഒന്നിനും കൊള്ളത്തില്ലല്ലോ. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ചളിക്കവട്ടം സെയിൻറ്റ് സെബാസ്റ്റ്യൻ ശാന്തിനഗർ പള്ളി ഇടവക്കാരനാണ്. അപ്പോൾ ഞങ്ങളുടെ മകൻ ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷനിൽ സീനിയർ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടി. വിയറ്റ്നാമിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഈ ജൂലൈ മാസത്തിൽ വിജയം നേടുകയുണ്ടായി. അവനെ ആദരിച്ചുകൊണ്ട് കുർബാന മധ്യേ ഇടവകയുടെ വക ഒരു മെഡലൊക്കെ നൽകി ആദരിച്ച് നല്ല പ്രോത്സാഹനം നൽകി. എന്ന് മാത്രമല്ല, വരാപ്പുഴ രൂപതയിൽ ജീവദീപ്തി മാസികയിൽ അവൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും കൊടുക്കുവാൻ വികാരി അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാനത് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. മുൻപൊരിക്കൽ ഇതുപോലെ എൻ്റെയും, കൊള്ളാലെന്ന് പറയും, എൻ്റെയും മകളുടെയും ഇതുപോലെ അച്ഛൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇടവകയിൽ മെഡലൊന്നും കിട്ടിയില്ല. പക്ഷേ ജീവദീപ്തി എന്ന് പറഞ്ഞാൽ രൂപതയുടെ ആ മാസികയിൽ നമ്മുടെ രൂപത എല്ലാ യൂണിറ്റുകളും വഴി രൂപത മുഴുവൻ എത്തുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. അതിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇപ്പോൾ 5ഓളം ദേശീയ, നാഷണൽ ലെവൽ പവർ ലിഫ്റ്റിങ്ങിലും വെയ്റ്റ് ലിഫ്റ്റിങ്ങിലുമായിട്ട് എനിക്കും മകനും മകൾക്കും ഇതിനെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ദൈവാനുഗ്രഹം വഴി മകനിപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളുടെ കോമ്പറ്റീഷനിൽ കിട്ടി. അതുകൂടാതെ തൊട്ടുപുറയിൽ കണ്ടില്ലേ, മിസ്റ്റർ കേരള ബോഡി ബിൽഡിങ്ങിൽ മിസ്റ്റർ കേരള നേടിക്കൊണ്ടാണ് മകൻ്റെ തുടക്കം. അവൻ ഇന്നിപ്പോൾ ഒരു ഫിറ്റ്നസ് സെൻറ്റർ, 2 ഫിറ്റ്നസ് സെൻറ്ററുകൾ എറണാകുളത്ത് നടത്താനുള്ള അനുഗ്രഹം ദൈവം കൊടുത്തു. ഒത്തിരി ഡെഡിക്കേറ്റഡ് ആണ്. 10ാം ക്ലാസ് കഴിഞ്ഞ കാലം മുതൽ തൻ്റെ പഠനത്തോടൊപ്പം പാർട്ട് ടൈമായിട്ടും പിന്നീട് ഫുൾ ടൈമായിട്ടും ഫ്രീലാൻസ്
ഫിറ്റ്നസ് ട്രെയിനിങ്ങിലേക്ക് കടന്നു വന്നു. അതിനുശേഷം അതോടൊപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കോഴ്സുകൾ ഓൺലൈനായിട്ടും അല്ലാതെയും അതിൻ്റെ മികവുകളും സർട്ടിഫിക്കറ്റുകളും കരസ്ഥമാക്കി ഇന്ന് മക്കളെല്ലാം സംയുക്തമായിട്ട് ഞങ്ങളുടെ കുടുംബം കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത്, അപ്പച്ചൻ്റെ ഒരു പ്രാർത്ഥനയൊക്കെ ആകാം. അപ്പച്ചന് ഭയങ്കര കൊതിയായിരുന്നു പണ്ട്. അപ്പം അപ്പച്ചൻ്റെയൊക്കെ ആ കാലത്ത് അന്ന് ഒത്തിരി കഷ്ടപ്പാടുകളും പിന്നെ അപ്പന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് വീട്ടിൽ തന്നെ ഓരോന്ന് കെട്ടിയും പിടിച്ചുണ്ടാക്കുമ്പോൾ അതെല്ലാം ചെത്തിക്കണ്ടിച്ച് കളയും, വലിച്ചെറിഞ്ഞ് കളയും. പിന്നെ അപ്പൻ്റെ വേറെ ബന്ധുക്കളുടെ അടുത്തൊക്കെ പോയി അവരുടെ വീട് കുറേ ദൂരം അവിടെയൊക്കെ പോയി അപ്പം കാണാതെയും അറിയാതെയൊക്കെ പോയിട്ട് അപ്പനപ്പൂപ്പന്മാർ സഹോദരങ്ങളുടെ മക്കളുടെ അവിടെയൊക്കെ പോയിട്ട് ഇത് അത്രയ്ക്ക് കൊതിയായിരുന്നു ജിമ്മ് ചെയ്യാൻ, എക്സസൈസ് ചെയ്യാനായിട്ട് പോകുമായിരുന്നെന്നും പറഞ്ഞിട്ടൊക്കെ അപ്പം പറയും. അപ്പോൾ എന്നെ പട്ടാളത്തിൽ വിടാൻ വേണ്ടിയായിരുന്നു അപ്പനൊരാഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഒരു 3 വർഷക്കാലം തുടർച്ചയായിട്ട് എൻ്റെ ആ ഒരു 18 വയസ്സിൻ്റെയൊക്കെ ആ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ എന്നെ ആംസ്ട്രോങ് എന്ന് പറഞ്ഞ ആ ജിംനേഷ്യത്തിൽ വീട്ടിലും നല്ല രീതിയിൽ പൊക്കമുള്ള തെങ്ങിൽ നിന്ന് ഇങ്ങനെ കയറ് കെട്ടിയിട്ടിട്ട് പിടിച്ച് മുകളിൽ അപ്പം പരിശീലനം തരും, പ്രോത്സാഹനം തരും, അതൊക്കെ മേടിച്ചുകൊണ്ട് തരും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. പക്ഷേ കർത്താവിൻ്റെ പട്ടാളക്കാരനായിട്ട് മാറി. ഇപ്പം അങ്ങോട്ട് സൈനിക ക്യാമ്പിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചൊക്കെ വന്നിട്ടുണ്ട്. സൈനിക ക്യാമ്പൊക്കെ പലതവണ പോയി അന്ന് കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ഹോം സിക്നെസ്സൊക്കെ ആയിരുന്നു. ഭക്ഷണത്തോടൊക്കെ ഭയങ്കര അറപ്പും വെറുപ്പും. വീട്ടിൽ മാത്രമേ കഴിക്കുള്ളൂ, പുറത്തൊന്നും പോയാൽ കഴിക്കൂല. എന്തായാലും അതൊക്കെ ഒരു കാരണങ്ങൾ മാത്രം. അതിലൂടെ ദൈവം എന്നെ എത്തേണ്ട വഴിയിലൂടെ ഇന്ന് കർത്താവിൻ്റെ വചനം അനേക ആയിരങ്ങൾക്ക് അകത്തും പുറത്തും നാട്ടിലും വീട്ടിലും ധ്യാനകേന്ദ്രത്തിലും ശുശ്രൂഷയിലും പൊതുവേദികളിലും ജാതി മതഭേദമന്യേ മോട്ടിവേഷനൊക്കെ ആയിട്ട് അനേകം ക്ലാസ്സുകൾ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ മക്കളെല്ലാം ചേർന്ന് ഈ ഫീൽഡിൽ വരുമ്പോൾ ആ കൂട്ടത്തിൽ ഇപ്പം എനിക്ക് 51 വയസ്സായി. 49ാമത്തെ വയസ്സിൽ ഹൈദരാബാദിൽ പോയി നാഷണൽ ലെവൽ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ ചാമ്പ്യൻഷിപ്പ് നേടാൻ സാധിച്ചു. അതിനെല്ലാം മറികടന്ന് മകന് കിട്ടിയ ഈ വിജയം ഞങ്ങൾക്ക് ആ ആനന്ദത്തിൻ്റെ ലഹരിയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബ്രദർ ഒരു വചന ശുശ്രൂഷകനല്ലേ, അത് നല്ല കാര്യമാണ്. ബ്രദറിൻ്റെ കഷ്ടപ്പാടിനും അനേകരുടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ജോയ് ബ്രദർ അപ്പച്ചൻ്റെ പ്രാർത്ഥനക്കൊക്കെ കഷ്ടപ്പാടുകൾക്ക് ദൈവം തന്ന വലിയ അനുഗ്രഹമാണെന്ന് പറയുന്നവരുണ്ട്. മറിച്ച് ചിലരൊക്കെ ഇനി ഞാൻ കേൾക്കുന്നില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാമോ അങ്ങനെ നേരിട്ട് ചോദിച്ചവരുണ്ട്, സംശയങ്ങൾ തിരുത്തിയവരുണ്ട്. അപ്പോൾ ഹെൽത്ത് ഈസ് വെൽത്ത് അല്ലേ, ബൈബിളിൽ ഹെൽത്തിനെ നശിപ്പിച്ച് കളയാനായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫിറ്റായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ജിമ്മിൽ നിന്ന് ഞാനും ജോളി എൻ്റെ ജീവിത പങ്കാളി രണ്ടുപേരും കൂടെ ഞങ്ങൾ ജിമ്മിൽ വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് വന്ന് അവിടെ വചനത്തിൻ്റെ ക്ലാസ്സൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ 1 മണിക്കൂർ സമയം ഞാനും ഇവിടെ ഇങ്ങനത്തെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തന്നു. ഒരുങ്ങി എനിക്ക് കാട്ടിത്തന്ന വചനങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 തിമോത്തി 4:8 ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. അത് ഈ ജീവിതത്തെയും എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ കായികമായ പരിശീലനം വേണ്ട എന്ന് ബൈബിള് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കുറച്ച് പ്രയോജനം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഈ ഷോക്കേസൊക്കെ നിറച്ച് മെഡലുകളാണ്. രൂപത്തിൻ്റെ നടയിൽ മുതൽ ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി കാണുമെന്നറിയില്ല. ഇവിടെ ആ സ്വർണ്ണ കളറൊക്കെ ആയിട്ട് കാണുന്നത് ഷോക്കേസ് എല്ലാം നിറഞ്ഞിഞ്ഞ് പുതിയ ഷോക്കേസ് ഉണ്ടാക്കേണ്ട ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. അത്രമാത്രം സമ്മാനങ്ങൾ പ്രത്യേകിച്ച് കായിക മേഖലയിലെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ചെറുതും വലുതും ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും നാഷണലും ഇപ്പോൾ ഏഷ്യ വരെ എത്തിച്ചു. മകനിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇതാണ്, പപ്പേ വേൾഡ് ലെവലിലേക്ക് സെലക്ഷൻ കിട്ടിയ ഈ ഏഷ്യയിൽ വിജയിച്ചതുകൊണ്ട് വേൾഡ് ലെവലിൽ അത് റഷ്യയിലാണ് നടക്കുന്നത്, ഡൽഹിയിൽ പോകണോ, പൈസയൊക്കെ ചിലവുണ്ട്, നല്ല ചിലവുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു രീതി ഇങ്ങനെയല്ലേ, ആയി വന്നേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ സ്വന്തമായിട്ട് കണ്ടെത്തിയ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയ, കടം മേടിച്ചാൽ തട്ടിയ മുട്ടിയ ഒക്കെ ഒരുപാട് പൈസ ചിലവുണ്ട്. ഇപ്പോൾ വിയറ്റ്നാമിൽ പോയിട്ടാണ് ഈ പരിപാടി ചെയ്തത്. ഈ ബോഡി ബിൽഡിങ്ങിലേക്ക്
ഇതിലേക്ക് വന്ന കാലഘട്ടത്തിൽ ഒരു 19,000 ഒക്കെ വരുവുള്ളൂ എന്നും പറഞ്ഞാൽ തുടങ്ങിയത്. പക്ഷേ ഇറങ്ങിയും പോയി പൂർത്തീകരിക്കാതിരിക്കാനും പറ്റില്ല. പക്ഷേ ദൈവം അത് അവനെ അനുഗ്രഹമാക്കി മാറ്റി. ഒരുപാട് ത്യാഗം സഹിച്ച് ഞെരുങ്ങി ഉടുമുണ്ട് മുറുക്കി കൊടുത്തു എന്ന് പറഞ്ഞ പോലെയുള്ള അങ്ങനെ 3 പിള്ളേരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വേറെ വരുമാനങ്ങളൊന്നുമില്ല. എന്നാൽ അവൻ്റെ ഒരാഗ്രഹം അതിന് മുന്നിട്ടിറങ്ങി. പക്ഷെ അവനും പാർട്ട് ടൈമായിട്ട് പല വഴികളും കണ്ടെത്തി. ഞങ്ങൾ ഒരു വിധത്തിൽ ഇറങ്ങിയത് പൂർത്തീകരിച്ച് അവന് മിസ്റ്റർ കേരള പട്ടം കിട്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ. അപ്പോൾ ബൈബിളിൽ വീണ്ടും ഹെബ്രായർക്കാർക്ക് പൗലോസ് എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. ഒരുപാട് നീണ്ടുപോയ കുറച്ച് വചനങ്ങൾ ഇതായിട്ട് ബന്ധപ്പെട്ട് തരേണ്ടതുണ്ട്. 5-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യം, അവർ തങ്ങളുടെ ശക്തിവിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവരാണ്. എന്താണ്? അവർ തങ്ങളുടെ ശക്തിവിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മ തിന്മകളെ വിവേചിച്ചറിയാനായിട്ട് കഴിവുള്ളതാണ്. അതായത് ഏകാഗ്രത വർദ്ധിക്കും, നല്ല ബ്രീത്തിങ് കിട്ടും, ഹാർട്ട് ബീറ്റ് എല്ലാം നോർമലാകും, നല്ല രക്തചംക്രമണം കിട്ടും, രോഗങ്ങൾക്ക് ശമനം കിട്ടും. എപ്പോഴും രോഗം അല്ലെങ്കിൽ മടി, അലസത, പോസ്റ്റ് പോൺ ചെയ്ത് വെക്കുന്ന സ്വഭാവം, പിന്നെ ആട്ടെ നാളെ ആട്ടെ എന്ന് നല്ല ഊർജ്ജസ്വലമായിട്ടിരിക്കാനും എപ്പോഴും സാധിക്കും. പ്രായം ശരീരത്തിന് വരും, പക്ഷേ മാനസികമായ ഉന്മേഷം ഉണ്ടാകും. എൻഡോർഫിൻ, ഓക്സിറ്റോക്സിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സന്തോഷം കൊണ്ടുവരുന്ന ഹോർമോണുകൾ, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഹോർമോണുകൾ, അതുപോലെ സെറോട്ടോണിൻ. ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത് സെറോട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന അഭാവമാണ്. പുരുഷന്മാരുടെ ഇടയിൽ അവരുടെ ജീവിതകാലത്ത് 10% പേരിലും, സ്ത്രീകളുടെ ശാരീരികമായ ഹോർമോൺ പ്രവർത്തന വ്യത്യാസങ്ങൾ 20% പേരിലും ഈ ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും. അതുപോലെ ബൈപോളർ ഡിസോർഡർ, അതിനുവേണ്ടിയൊക്കെ പ്രത്യേക പരിശീലനങ്ങൾ മകം കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈദ്യശാസ്ത്രം തന്നെ ഡോക്ടേഴ്സൊക്കെ പറയും തൈറോയ്ഡ് രോഗമുള്ളവർക്ക് അല്ലെങ്കിൽ നട്ടല് സംബന്ധമായ രോഗങ്ങളുള്ള ഒറ്റയടിക്ക് ഓടി വന്നിട്ട് വെയിറ്റ് പൊക്കണം അല്ലെങ്കിൽ തടി കുറക്കണം, അങ്ങനെയല്ല. ഇപ്പോൾ എൻ്റെ മകൻ ആദ്യമായിട്ടൊരു പൊണ്ണത്തടി പോലെയുള്ള അവസ്ഥയിൽ വന്ന ആ പയ്യനെ പരിശീലിപ്പിച്ച് 13 കിലോ കുറച്ചു. അങ്ങനെ കുറച്ച് ഇപ്പം ഞങ്ങളുടെ ജിമ്മിലാണ് അവനതിന് ക്വാളിഫൈ ചെയ്ത് ഞങ്ങളുടെ സൗജന്യമായിട്ടാണ് ആദ്യത്തെ കേസ് വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റെടുത്തത്. ഇപ്പോൾ ജിമ്മിലെ ഇൻസ്ട്രക്ടറായിട്ട് ജോലിയും കൊടുത്ത് അവൻ ഫിറ്റായിട്ട് ആ പയ്യനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നത്തെ ആ മകൻ്റെ അവസ്ഥ, അമിതമായ വണ്ണം മൂലം അപകർഷതാബോധം അനുഭവിച്ചിരുന്ന അവൻ്റെ പരിചയക്കാരനായ കൂട്ടുകാരനെ ഒരു പയ്യനെ ഫ്രീ ആയിട്ട് ഏറ്റെടുത്തു. അപ്പോൾ ഏറ്റെടുത്ത് നല്ല രീതിയിൽ അനുദിനം ട്രെയിൻ ചെയ്തു. നല്ല സെറ്റാക്കിയെടുത്തു. അപ്പോൾ ഹെബ്രായർ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം, അവർ തങ്ങളുടെ ശക്തിവിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവ. അതുപോലെ സ്ട്രെസ് ഹോർമോണൊക്കെ ഉണ്ട്, കോർട്ടിസോൾ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എല്ലാത്തിനും ഒരു സന്തുലിത അവസ്ഥ ഉണ്ടാകും. അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് ഡോക്ടേഴ്സ് പ്രത്യേകമായിട്ട് പറഞ്ഞു വിടും. പിന്നെ മാസത്തിൽ ഇത്ര ദിവസമെങ്കിലും അല്ലെങ്കിൽ ഇത്ര മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുന്നത്. ഇപ്പോൾ ഷുഗറുള്ള ഒരു വ്യക്തി എന്നോട് പറഞ്ഞ ഇതാണ്. ഡോക്ടർ പറഞ്ഞു മാസം ഒരു 12 മണിക്കൂറെങ്കിലും മിനിമം കുറഞ്ഞത് എക്സസൈസ്, വ്യായാമം അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നത് നല്ലതാണ്. അപ്പോൾ ഈ മരുന്നും കഴിച്ച് അതോടൊപ്പം ഇതും ചെയ്താൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്കത് കുറക്കണോ കൂട്ടണോ എന്ന് നോക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് വന്ന് ജോയിൻ ചെയ്യുമെന്ന് പറയുക. അതുപോലെ കൊളസ്ട്രോളൊക്കെ നോർമലാകാൻ, തലച്ചോറിലെ പ്രവർത്തനങ്ങൾ, ഓർമ്മക്കുറവ്, അതുപോലെ നമ്മുടെ കേൾവി, കാഴ്ചശക്തികൾ, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഓരോ പ്രവർത്തനം, നല്ല ഉത്തേജനം ഉണ്ടാവും, നല്ല മുഖചൈതന്യം കിട്ടും, നല്ല ബ്രീത്തിങ് ഒക്കെ വരുന്നുണ്ട്. ഓക്സിജൻ്റെ അളവ് ശരീരത്തിലേക്ക് ധാരാളമായിട്ട് ഇടും. ശരീരത്തിലേക്കല്ല, അത് രക്തത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ പമ്പിങ് ഒക്കെ നോർമലാകും, ബ്ലോക്കൊക്കെ മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ദൈവമേ ആരാധന. അപ്പോൾ വ്യായാമം ദൈവം ഇഷ്ടപ്പെടുന്നതാണോ? ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. അത് തള്ളിക്കളയാൻ പറ്റിയ കാര്യമല്ല എന്ന് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു
കാര്യം പങ്കുവച്ചത്. കാരണം കോറിന്തോസുകാർക്ക് പൗലോസ് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 19-20 വാക്യങ്ങളിൽ പറയുന്ന നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ശരീരത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നും പറയുകയാണ്. അപ്പോൾ ശരീരം വൃത്തിയായും കൃത്യമായും വിശുദ്ധിയോടും ആരോഗ്യത്തോടെയും കാത്തു സൂക്ഷിക്കുന്നത് ഒരു ദൈവികമായ വിളിയ ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞാൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. ശരീരം നമ്മുടേതല്ല, നമുക്ക് ദൈവം അതൊരു കൂടാരമാണ്. ഈ ആത്മാവിനെ നിവേശിപ്പിക്കുവാൻ ദൈവം നമുക്ക് നൽകിയതാണ് അല്ലേ. ശരീരത്തെ പരിപാലിക്കുന്നതിലൂടെ നാം ദൈവത്തെ ബഹുമാനിക്കാനായിട്ട് നാം വിളിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരോഗ്യകരമായ ജീവിതശൈലി നയിക്കുവാനായിട്ട് നമ്മളിപ്പോൾ ഈ കേട്ട വചനങ്ങളൊക്കെ തന്നെ ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം പലരുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയുള്ള ഹെൽത്ത്, പവർ ലിഫ്റ്റിങ്, വെയ്റ്റ് ലിഫ്റ്റിങ്, സ്പോർട്സ്, കായികം, നമുക്കൊരു വിശുദ്ധനുണ്ട്. എനിക്കറിയാവുന്ന വിശുദ്ധ, ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ ഇട്ടേക്കണേ. വിശുദ്ധ ഡോൺ ബോസ്കോ നല്ലൊരു പന്ത് കളിക്കാരനായിരുന്നു. കുട്ടികളെ കൂടി വിശുദ്ധ ഡൊമിനിക് സാവിയോ പോലുള്ള ആ കൊച്ചു വിശുദ്ധനെയൊക്കെ നമുക്ക് കിട്ടിയത് വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവിത വിശുദ്ധിയും ജീവിതശൈലിയും പ്രാർത്ഥനാരൂപിയും കായികക്ഷമതയൊക്കെയാണ്. പന്ത് കളികളിലൂടെയൊക്കെ കുട്ടികളെ കൂട്ടുകാരെ കൂടി എന്നാൽ വിശുദ്ധി നഷ്ടപ്പെടാത്ത ഒരു കളിക്കാരനായി മുന്നോട്ട് പോയി. അങ്ങനെ നല്ലൊരു വോളിബോൾ, ഫുട്ബോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തിളങ്ങിയ ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ ഡോൺ ബോസ്കോ. അപ്പോൾ പാപമാണോ കളികൾ? ഹോബീസ് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. എപ്പോഴും 24 മണിക്കൂറും പ്രാർത്ഥനയും ഭക്തിയും ധ്യാന കേന്ദ്രവും മാത്രമായിട്ടാണോ? അതൊക്കെ ഭക്തി നല്ലത് തന്നെയാണ്. നമ്മൾ സന്യാസികളല്ലല്ലോ, സാധാരണ ജീവിതത്തിലെ മനുഷ്യരല്ല. ഇനി സന്യാസികളായാലും അവർക്കും വേണം വ്യായാമം, ഹോബി. അല്ലെങ്കിൽ മനുഷ്യന് തലക്ക് വട്ടുപിടിക്കും. എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയും. വായന ഒരു ഹോബിയാണ്. ഓട്ടം, ഇപ്പോൾ നടത്തം അതൊരു ഹോബിയാണ്. കാഴ്ചകൾ കാണുക അതൊരു ഹോബിയാണ്. പാട്ട് പാടുന്നത് ഒരു ഹോബിയാണ്. ചിത്രം വരയ്ക്കുന്ന ഒരു ഫോട്ടോഗ്രാഫി ഒരു ഹോബിയാണ്. ക്ലേ മോഡലിംഗ് ഒരു ഹോബിയാണ്. അപ്പോൾ പലർക്കും സിനിമ കാണുന്നത് ഒരു ഹോബിയാണ്. അപ്പോൾ ഹോബീസ് എല്ലാം, എൻ്റർടൈൻമെൻറ്റ്സ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. എപ്പോഴും സ്പിരിച്വാലിറ്റി മാത്രം. പക്ഷേ എല്ലാറ്റിനും ഇടയിലും സ്പിരിച്വാലിറ്റി, ആത്മീയത നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. കാരണം ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ ആത്മീയതയില്ലാത്ത ഹോബീസും ജീവിതവും വരുമ്പോൾ എല്ലാം തലകീഴ്മേൽ മറിഞ്ഞു. ആത്മാവ് നഷ്ടപ്പെട്ട എന്തെല്ലാം നേടിയാലും വല്ല കാര്യമുണ്ടാകും. വെറുതെ ശരീരത്തിൻ്റെ വീർപ്പിക്കലും മസിലും വെയിറ്റും സമ്മാനവും മാത്രം ഉണ്ടാകും. അപ്പോൾ ഹോബീസ് എല്ലാം നല്ലതാണ്. ഹോബീസ് നമുക്ക് സപ്പോർട്ടീവാണ്. എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ എന്നെ ചിലരൊക്കെ വിളിക്കുമ്പോൾ പറയും, ഇന്നലെ ഒരു സഹോദരി കോട്ടയത്ത് നിന്ന് വാട്സാപ്പിലൂടെ വോയിസ് ഇട്ടു. അപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ സ്പിരിച്വാലിറ്റി മോശമാണെന്നല്ല പറയുന്നത്. അപ്പോൾ ഒന്ന് നടക്കാനോ എന്തെങ്കിലും വ്യായാമം ചെയ്യാനോ ഒക്കെ പറഞ്ഞ് ശരീരം വീർക്കുന്നു, ഭയങ്കരമായിട്ട് തടി വെക്കുന്നു, കാലിലൊക്കെ വേദന കൂടുന്നു. ഇതേ അവിടം വരെ നോക്കിയിരിക്കേണ്ട കാര്യമുണ്ടാകും. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ തൊട്ട് 3/4 മണിക്കൂർ വരെ ഒന്ന് ഷൈജു ബ്രദർ പറഞ്ഞെന്നും പറഞ്ഞ് മുട്ടുവേദന തേയ്മാനമായിട്ട് ഇരിക്കുന്നത് ഓടിപ്പുറപ്പെട്ടിട്ട് ബ്രദർ കാരണം മുട്ടുവേദന കൂടിയെന്നും പറഞ്ഞ് വരരുത്. അപ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കണം. പ്രൈസലോ. അതുപോലെ നിങ്ങളുടെ ജിമ്മിലെ ട്രെയിനർ ഉണ്ടെങ്കിൽ ആ ട്രെയിനറിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം. ഓടിപ്പോയിട്ട് ഒറ്റടിക്ക് തടി ഉറക്കാനോ ഒറ്റടിക്ക് മുട്ടുവേദന മാറ്റാനോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ പണിയാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ജേണലിൽ വായിച്ചത് ഓർക്കുക, നമ്മുടെ അരിയിലൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ ചോറിലൂടെ കിടന്ന് കൂടുതൽ കാൽസ്യം കണ്ടൻറ്റ് എന്തിലുണ്ട്? ഈ മുതിര എന്ന് പറയും, കുതിരക്കൊക്കെ കൊടുക്കുന്ന പയർ പോലെ ഇരിക്കുന്ന ചെറിയ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും ചില പലചരക്കടകളിലൊക്കെ കിട്ടും. ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടും മുട്ടുവേദന, തേയ്മാനം. ഷൈജു ബ്രദർ ഡോക്ടറൊന്നുമല്ല, പക്ഷേ കർത്താവ് തരുന്ന ജ്ഞാനവും അറിവും വെച്ചാണ് പങ്കുവെക്കുന്നത്. ഇത് ചിലർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പ്രയോജനപ്പെട്ടെന്ന് പറയുന്നത് കൊണ്ട് ഈ വചനത്തിൻ്റെ കൂട്ടത്തിൽ അത് പങ്കുവെച്ചെന്ന് മാത്രം. അപ്പോൾ 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-20 അവിടെ പറയുന്നത് എന്താണ്? നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. എന്ത് ചെയ്താലും ഈ ബോധ്യം ഉണ്ടാകണം. കാരണം എന്താ? ബ്രൂസിലീനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആരോ ഭക്ഷണത്തിൽ വിഷം ചേർത്ത്. യുവാക്കളുടെ ഹരമായിരുന്നു ഒരു കാലത്ത് ബ്രൂസിലി. പക്ഷേ പോയ വഴി കാണാനില്ല. എന്ത് ശക്തി ബലം എന്ന് പറഞ്ഞാലും ഇതാ
ബ്രൂസ്ലി ഒരോർമ്മയായി മാറി. ഇസബെല്ല രാജ്ഞിയുടെ കഥ കേട്ടിട്ടുണ്ടോ? സുന്ദരിയായ പ്രതാപശാലിനിയായ ഇസബെല്ല രാജ്ഞി ഒന്ന് കാണാൻ വേണ്ടി, ഒന്ന് തൊടാൻ വേണ്ടി, ഒന്ന് കേൾക്കാൻ വേണ്ടി യുവജനങ്ങൾ കോൾമയിർ കൊണ്ട് നിൽക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അവരുടെ മരണം ഉണ്ടാക്കിയ ഞെട്ടൽ, അതുമൂലം മാനസാന്തരത്തിലേക്ക് വന്നതാണ് ഫ്രാൻസിസ് ബോർജിയ. ഈശോ സഭ ജനറലായി തീർന്നു. തൻ്റെ എല്ലാ ഗവർണർ വൈസ്രോയി സ്ഥാനം എല്ലാം ഉപേക്ഷിച്ച് അവരുടെ ശവശരീരം വൈസ്രോയെ കാണാൻ പേടകം തുറന്നപ്പോൾ 17-18 ദിവസത്തെ വിലാപയാത്രയായിട്ട് സ്പെയിനിൻ്റെ തലസ്ഥാനമായ അന്നത്തെ ഗ്രാനഡ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ പേടകം തുറന്നപ്പോൾ ആ ദുർഗന്ധം വമിച്ചപ്പോൾ രൂപരാഹിത്യം വന്ന പുഴുവരിക്കുന്ന ഈ ഇസബെല്ല രാജ്ഞിയുടെ പുഴുവരിക്കുന്ന ആ എല്ലാവരും ആരാധിച്ചിരുന്ന ആ രൂപം നശിച്ച ആ ശരീരം കണ്ടപ്പോഴാണ് ഫ്രാൻസിസ് ബോർജിയയുടെ ബുദ്ധിക്ക് പ്രകാശം കിട്ടിയത്. അതുകൊണ്ട് ശരീരത്തെ വേണം, പക്ഷെ ശരീരത്തിന് വേണ്ടി മാത്രം ജീവിക്കരുത്. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അതുകൊണ്ട് ശരീരം ഫിറ്റ്നസ്സോടെ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കടമയാണ്. അപ്പോൾ അതിന് നമ്മൾ ഭക്ഷണം കഴിക്കും, അതുപോലെ മെഡിസിനുകളും പ്രതിരോധ വാക്സിനുകളും തുള്ളിമരുന്നുകളും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ അതൊന്നും പാടില്ല. അതെല്ലാം കഴിക്കും. കാലാകാലങ്ങളിൽ ആവശ്യമായ വ്യായാമങ്ങളും എല്ലാം കൊടുത്ത് നമ്മൾ കുളിക്കുന്നത് പോലെ തന്നെ. ഒരു അമ്മച്ചി പ്രാർത്ഥിക്കാൻ വന്നത് ഓർക്കണേ, 30 ദിവസമായി കുളിച്ചിട്ട് കുളിക്കാൻ തോന്നില്ല, കുളിക്കാൻ പറ്റണില്ല, അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എന്ത് വചനമാണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് കുളിക്കാതിരിക്കുന്നവർക്കറിയാം കുളിക്കാത്തവൻ അടുത്ത് വന്നാലുള്ള വിഷമം, കുളിക്കാത്തവൻ്റെ വിഷമം. അപ്പോൾ അത് വേണം. ശരീരത്തെ വൃത്തിയിൽ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങും. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. ശരീരത്തെ ഹെൽത്ത് ഈസ് വെൽത്ത്, ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കുക, വ്യായാമം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒരു തെറ്റും ഇല്ല. കാരണം നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അഹംഭാവം ഉണ്ടാകരുത്, എളിമ വേണം. ആരെ ഉപദ്രവിക്കാൻ വേണ്ടി ആകരുത് ഇതൊന്നും ചെയ്യുന്നത്. പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ. അതുപോലെ തന്നെ ആരോഗ്യത്തോടെ ഇരുന്നാൽ നമ്മൾ ചെയ്യുന്ന ജോലികളിലൊക്കെ നമുക്ക് നല്ല ഉന്മേഷം, ചുറുചുറുക്ക്, നമ്മളെ കാണുന്നവർക്ക്. ഇപ്പോൾ ഞാൻ നിങ്ങളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ എൻ്റെ ശരീരത്തിൽ എൻഡോർഫിൻ വരും. അതാണ് കണ്ടുപിടുത്തങ്ങൾ, സയൻസ് പഠിപ്പിക്കുന്നത്. എൻ്റെ ചിരി കണ്ടാൽ നിങ്ങളും നിങ്ങളുടെ എല്ലാം മറന്ന് അല്ലെങ്കിൽ ചിരിയിലേക്ക് സന്തോഷത്തിലേക്ക് വന്നാൽ നിങ്ങളിലും എൻഡോർഫിൻ എന്ന് പറഞ്ഞ രോഗപ്രതിരോധ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അത് ഗുണകരമാണോ? ഗുണകരമാണ്. ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നല്ല മുഖപ്രസാദം, നല്ല മുഖചൈതന്യം, നല്ല ഹെൽത്തായിട്ടിരിക്കുന്നവരെ കാണുമ്പോൾ തന്നെ തളർന്നൊടിഞ്ഞവനും കൂനിപ്പോയവനും ഒക്കെ അവർക്കൊക്കെ ഒരു ഉന്മേഷം, ഒരു ഫ്രഷ്നെസ് കിട്ടും. ഒന്ന് മാറ്റം വരുത്തണം, ഇതുപോലെ ആകണം, ഒന്ന് ശരിയാക്കണം, അങ്ങനെയൊക്കെ തോന്നും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോൾ ശരീരം ദൈവത്തിൻ്റെ ദാനമാണ്. ഞാൻ ആ സമയങ്ങളിൽ ഈ 1 മണിക്കൂർ സമയം തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്നപ്പോൾ ആ കുറിച്ച് വെച്ച ആ വചനങ്ങളാണ് പങ്കുവെച്ച് തരുന്നത്. വീണ്ടും സുഭാഷിതം 17:22 പറയുന്നു, സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ്, തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു. നോക്കണേ, പറഞ്ഞേക്കണേ, കണ്ട, സന്തുഷ്ടമായ ഹൃദയം ആരോഗ്യദായകമാണ്. ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് എന്ത് വേണം? സന്തുഷ്ടി വേണം, സംതൃപ്തി വേണം, സന്തോഷം വേണം. അപ്പോൾ സന്തോഷം വരുന്ന ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകൾ ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോക്സിൻ, ഇത് എൻഡോർഫിൻ, ഇങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. ഇതൊരു ഫാക്ടറിയാണ്, കെമിക്കൽ ഫാക്ടറി പോലെയാണ്. അപ്പോൾ ഈ വ്യായാമം ചെയ്യുമ്പോൾ സയൻസ് പഠിപ്പിച്ചു തരുന്ന ഇതാണ്, നമ്മളിൽ ഇങ്ങനെയുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുകൊണ്ടാണ് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ ഏറ്റവും ആദ്യം പറഞ്ഞ ആ വചനം ഇതാണ്, കായികമായ പരിശീലനം അല്പം ആവശ്യമാണ്, കുറച്ച് പ്രയോജനം ചെയ്യും. അതിൻ്റെ കൂടെ ദൈവഭക്തിയും ആത്മീയതയും പ്രാർത്ഥനയും കൂടി ആകുമ്പോൾ ഡബിൾ ഡക്കർ പോലെയാണ്.
ഒരു ബൂസ്റ്ററാണ്. സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ്. അപ്പോൾ ആരോഗ്യം ആവശ്യമുള്ളത് തന്നെയാണ്. പക്ഷേ ശരീരത്തിന് വേണ്ടി മാത്രം ഈ ലോകത്തിൽ തിന്നുകുടിച്ച് ജീവിച്ച് പോയിട്ട് ആത്മാവിന് വേണ്ടി ഒന്നുമില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. വെറുതെ 6 അടി മണ്ണായി തീർന്ന് അവിടെ കൊണ്ട് അവസാനിക്കും. ആർക്കും പ്രയോജനമില്ലാത്ത ജീവിതം അങ്ങനെ ആയിത്തീരരുത്. അപ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും നമുക്ക് ചെയ്യുന്ന ജോലികളിൽ നല്ല പ്രസരിപ്പ് ഉന്മേഷം ഉണ്ടാകാനും ഉറക്കം തൂങ്ങിയിരിക്കാതെയും പ്രാർത്ഥിക്കാനും ഇരിക്കുമ്പോൾ ഉറങ്ങാൻ വരുമ്പോൾ ഉറക്കവുമില്ല, നല്ല ഉറക്കം കിട്ടാൻ വ്യായാമം ഒരുപാട് സഹായിക്കും. പ്രൈസലോ. ഉറക്കമില്ലാത്തവരോടൊക്കെ പറയും. അതുപോലെ കൂർക്കമ്പല് പോലെയുള്ള അസുഖങ്ങളൊക്കെ മാറാൻ നല്ല രീതിയിൽ ഇൻസ്ട്രക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് വ്യായാമങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പൊണ്ണത്തടി മാറും. അതുപോലെ ഒട്ടും തടിയില്ലാത്തവർക്ക് ആരോഗ്യം വെക്കാൻ അതിൻ്റെ ഡയറ്റ് ഒക്കെ അവർ പറഞ്ഞു തരും. അതനുസരിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്താൽ സാധിക്കും. ഞാൻ ഓർക്കുകയാണ്, എറണാകുളത്ത് ഒരു പള്ളിയിൽ വചനം പോഷിച്ചപ്പോൾ ഒരു അമ്മയും മരുമകളും എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെട്ട്, അമ്മ അവരുടെ ആ സഹോദരിയുടെ മരുമകൾ. അപ്പോൾ പറഞ്ഞു മകൻ്റെ കാര്യം പ്രാർത്ഥിക്കാനാണ്. പ്രസംഗം മധ്യേ ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന അല്ലെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ പ്രൈസൊക്കെ കിട്ടിയ കഥയൊക്കെ കേട്ടപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ മകൻ ഷിപ്പിൽ ജോലിയാണ്, ഈ പ്രാവശ്യം അവന് മെഡിക്കലുണ്ട്, മെഡിക്കലി ഫിറ്റ് ആകണമെങ്കിൽ അവനിപ്പോൾ ഓവർ വെയ്റ്റാണ്, ഇനി ആകെ ഇത്ര ദിവസമുള്ളൂ പോകാറായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അതിന് ഇത് ചെയ്യണം. അപ്പോൾ എന്നോട് പറഞ്ഞു ബ്രദറിൻ്റെ മകനെ കൊണ്ട് ഒന്ന് പരിശീലനം കൊടുക്കാം. അങ്ങനെ ജിമ്മിൽ വന്ന് പരിശീലനം എടുത്ത് അതിനുശേഷം പോയി മെഡിക്കൽ എടുത്ത് ഫിറ്റായി ജോലിയിൽ കയറി. അല്ലെങ്കിൽ ജോലി വരെ നഷ്ടപ്പെടും. കാരണം ആരോഗ്യം ഹെൽത്തി പൊണ്ണത്തടിയന്മാരൊക്കെ ഉറക്കം തൂങ്ങി മടുത്ത് നടക്കുന്നവരാ ആർക്കും വേണ്ട. നടന്നാൽ അപ്പം തന്നെ കതപ്പ്, മടുപ്പ്, അല്ലെങ്കിൽ ഉറക്കമില്ല, ഉറക്കം കൂടുതൽ, ഇത് രണ്ടും പ്രശ്നം. ഉറക്കം വേണം. പ്രൈസലോ. ആരോഗ്യമുള്ള ഒരു വ്യക്തി 7-8 മണിക്കൂർ മാക്സിമം ഉറങ്ങിയാൽ മതി. എപ്പോഴും ഉറക്കം മാത്രമായാൽ അത് പൊണ്ണത്തടിക്കും മറ്റു പല രോഗങ്ങൾക്കും കാരണമാകും. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനങ്ങൾ 1 കൊറിന്തോസ് 6:19-20, സുഭാഷിതം 17:22 സന്തുഷ്ട ഹൃദയം, അതിന് ആരോഗ്യം വേണം. 1 തിമോത്തി 4:8 ആദ്യം വായിച്ച കായികമായ പരിശീലനം കൊണ്ട് അല്പം പ്രയോജനമുണ്ട്. അതിനൊക്കെയാണ് ഡമ്പലൊക്കെ എടുത്ത് വർക്കൗട്ടൊക്കെ ചെയ്യുന്നത്, ബെഞ്ച് പ്രസ്സൊക്കെ അടിക്കുന്നത്, റിങ്ങിലൊക്കെ തൂങ്ങുന്നത്, സ്കോട്ടൊക്കെ ചെയ്യുന്നത്, ഡെഡൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഏത് ഇനമായാലും ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ മരുമകൻ നിർമ്മലിന് ഈ ബാറ്റ് കളിയാണ് ഇഷ്ടം. അപ്പോൾ ആരെയും നിരാശരാക്കുമല്ല, കോർട്ട് ബുക്ക് ചെയ്യട്ടെ ഒപ്പയെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഓൾ ഫാമിലി, ഞങ്ങളുടെ കുടുംബം അവരും എല്ലാവരും കൂടെ ആയിട്ട് ഞങ്ങൾ പോയി 2 മണിക്കൂർ ബാറ്റ് കളിച്ചു. എന്തൊരു ഊർജ്ജസ്വലതയാണെന്ന് അറിയാമോ. അപ്പോൾ ഇനി ഇടയ്ക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കോർട്ട് വാടകയ്ക്ക് കിട്ടും. 1 മണിക്കൂറിന് 400 രൂപ. അതിൻ്റെ കണക്ക് പറയാൻ വേണ്ടിയല്ല, എല്ലാവരും ബാറ്റൊക്കെ ആയിട്ട് പോയി കളിച്ച് കളിയിൽ ജയവും തോൽവിയും നമ്മുടെ ജീവിതം പോലെ തന്നെയാണ്. കളിയും ചിരിയും ബഹളവും തർക്കവും എല്ലാമായിട്ട് കോമഡി സീനൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും വേർത്ത് കുളിച്ച് ഒരു 2-3 ദിവസമൊക്കെ അതിൻ്റെ ഹാങ് ഓവർ നല്ലോണം. പക്ഷേ ആ മകൻ സ്ഥിരം കളിക്കുന്നത് കൊണ്ട് ആ മകന് ക്ഷീണമൊന്നുമില്ല, നല്ല ഫ്രഷായിരുന്നു. അതുപോലെ ഇവർക്കൊക്കെ അത്ര കുഴപ്പമില്ല. പക്ഷേ എനിക്കും ജോലിക്കൊക്കെ നല്ല ക്ഷീണം തോന്നി. ഞങ്ങളൊരു വീട്ടുകാരോട് സംസാരിക്കുന്ന പോലെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരോട്. കാരണം സ്ഥിരം പ്രസംഗം എന്ന് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാനല്ല, ഒരു കുടുംബാംഗത്തെ പോലെ കേൾക്കുന്നവരും ഷെയർ ചെയ്യുന്നവരും കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. നല്ല കാര്യങ്ങളല്ലേ, നിങ്ങൾക്കും അത് ഒരു മാതൃകവും പ്രയോജനവുമാട്ടെ. കാരണം അടിച്ചേൽപ്പിക്കാനല്ല ഞാനിതൊന്നും ആഗ്രഹിക്കുന്നത്. നമ്മുടെ കഴിവൊന്നുമല്ല, നമ്മൾ വെറും ഉപകരണങ്ങൾ മാത്രം. അപകർഷതാബോധമായിട്ട് കരഞ്ഞുകൊണ്ട് കിടന്ന് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ഷൈജൻ എന്ന, പുറത്ത് ഒഫീഷ്യൽ നെയിം ഷൈജു ജോർജ്, ഇപ്പോൾ ശുശ്രൂഷ മേഖലയിൽ ഷൈജു ആദപ്പള്ളി എന്നുള്ള അതിലറിയപ്പെടുന്നത്. അപ്പോൾ കരഞ്ഞുകൊണ്ട് നടന്നു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയുന്ന. എനിക്ക് ജീവിതത്തിൽ ഒരു റിലേക്കല്ലാതെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് പോലും കിട്ടിയിട്ടില്ല. റിലേക്ക് എന്ന് പറഞ്ഞാൽ 4 പേര് ഓടും, അപ്പോൾ ബാക്കി 3 പേര് നല്ല മിടുക്കന്മാരായിരുന്നു. ആൾ തികയാത്തത് കൊണ്ട് എന്തോ തടസ്സം വന്നുകൊണ്ട് എന്നെ പിടിച്ച് കയറ്റിയതാണ്. പക്ഷേ മറ്റ് കലാപരമായ കാര്യങ്ങളിലൊക്കെ തോറ്റാലും ജയിച്ചാലും ചെയ്യാറുന്ന ഒരു അമ്മായി ടീച്ചറായിട്ട് ഞങ്ങൾ പഠിക്കുന്ന സ്കൂളിലുണ്ട്. കരയിച്ചിട്ടായാലും ശരി, സ്റ്റേജിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോന്നാലും ശരി, അമ്മായിനെ പേടിച്ചിട്ട് അമ്മായി എല്ലാത്തിനും പേര് കൊടുക്കും, ചേരും. അപ്പോൾ അങ്ങനെയൊക്കെ സ്വഭാവം മാറാൻ കുറേ കാര്യങ്ങൾ അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്ടത്തിലായാലും ജിമ്മിലായാലും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും, മോട്ടിവേഷൻ കൂടും, ആത്മവിശ്വാസം കൂടും, നമ്മുടേതായ കഴിവുകൾ പുറത്തു വരാൻ തുടങ്ങും. കുറേ നല്ല കഴിവുകളുള്ള, ഉന്മേഷമുള്ള, എൻഡോർഫിനുള്ള, ഡോപ്പമിനുള്ള, മോട്ടിവേഷനുള്ള ആളുകളായിട്ട് സമ്പർക്കം വരാനായിട്ട് തുടങ്ങും.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം ആദ്യം പറഞ്ഞ ആ വചനം വിട്ടുപോയത് 1 തിമോത്തി 4:8 കായികമായ പരിശീലനം കൊണ്ട് പ്രയോജനമുണ്ടെന്ന് ആരാ പറഞ്ഞ? പൗലോസ്ലീഹയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 31-ാമത്തെ അധ്യായത്തിൽ സങ്കീർത്തനങ്ങൾ കഴിയുമ്പോഴാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 31-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു 17-ാമത്തെ വാക്യം. അവൾ അരമുറുക്കി കൈച്ചുറുക്കോടെ ജോലി ചെയ്യുന്നു. അവൾ അരമുറുക്കി കൈച്ചുറുക്കോടെ ജോലി ചെയ്യുന്നു. അത് ഉത്തമയായ ഒരു ഭാര്യനെക്കുറിച്ച് ബൈബിൾ പറയുന്നത്. അപ്പോൾ ആണായാലും പെണ്ണായാലും കൊച്ചായാലും വൃദ്ധന്മാരായാലും യുവാവായാലും യുവതി ആയാലും എന്ത് ചെയ്യണം? ഫിറ്റായിരിക്കണം. അരമുറുക്കി കൈച്ചുറുക്കോടെ ജോലി ചെയ്യുന്നു. അപ്പോൾ ഫിറ്റായാൽ എപ്പോഴും വാടി തളർന്ന് താളുപോലെ നടക്കാതെ നല്ല ഉന്മേഷത്തോടെ ജോലികളൊക്കെ തീരും. ഞാൻ ഓർക്കണേണ്, ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ തരം താഴ്ത്താനോ അല്ല. ഞാനിപ്പോൾ ഈ ഭവനത്തിൽ ചളിക്കവട്ടത്തെ ഈ ഭവൻ, ഞാൻ വീട്ടിൽ മൂത്ത ആളാണ്, മാറി താമസിച്ച് 21 വർഷത്തിലധികമായി. ശുശ്രൂഷാ ജീവിതത്തിൽ ഇപ്പോൾ 36 വർഷമായി. വിശപ്പിൻ്റെ വിളി, തെരുവിൽ അലഞ്ഞു കിടക്കുന്നവർക്ക് ഞങ്ങളുടെ വീട്ടിലിട്ട് തന്നെ ഇതിനിടയ്ക്ക് ഇതൊക്കെ കൂടി എപ്പോഴാ സമയമെന്ന് ചോദിക്കും. ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന വഴിയിൽ കൊണ്ടുപോയി തെരുവിൽ അലഞ്ഞു കിടക്കുന്നവർക്ക്, ചിലപ്പോൾ അനാഥ മന്ദിരങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു ശുശ്രൂഷ കൂടെ ഉണ്ട്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാത്തിനും സാധിക്കും. ഇതെല്ലാം ചെയ്യും. അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഭാര്യനോടും കൂടെ എൻ്റെ കൂടെ വന്നം എന്ന് പറയുമ്പോൾ പറയും, പണി ഒരുപാടുണ്ട്, അലക്കാനുണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് പറയും. ഒരു ദിവസം ഞാൻ പറഞ്ഞ എല്ലാം എടുത്ത് ഇടാൻ പറഞ്ഞു. കംപ്ലീറ്റ് എടുത്തിട്ടോ, അടുത്ത ആഴ്ച പിന്നെ അലക്കാനുള്ളത് കർട്ടനും പുതപ്പും എല്ലാം 3/4 മണിക്കൂർ കൊണ്ട് കുതിർത്ത് വെച്ചിട്ട് എല്ലാം പടപടാന്നും പറഞ്ഞ് അടിച്ച് കഴുകി കോരി വൃത്തിയാക്കി അങ്ങ് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ പുറകിൽ ഈ ഏഷ്യൻ പവർ ലിഫ്റ്റിങ്ങിൽ വിജയിയായിട്ട് വന്ന മകൻ ഇപ്പോൾ വന്ന് കയറിയതാണ്. രാത്രി 10:30 മണിയോടെ അടുക്കാറായി ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോയിൽ വന്നോട്ടെ, കുഴപ്പമില്ലല്ലോ, നമ്മുടെ ഒരു കുടുംബക്കാരെ പോലെ അല്ലേ എല്ലാവരും, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ അനേകര അനുമോദനങ്ങളും മെസ്സേജുകളൊക്കെ അയച്ചു. അവൻ ജിമ്മ് അടച്ചു കഴിഞ്ഞിട്ട് വന്ന സമയമാണിത്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി വൈകാൻ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഒത്തിരി രാത്രി കിടക്കാനൊക്കെ ഒത്തിരി വൈകും. അപ്പോൾ എന്നിട്ട് എല്ലാം കൂടെ ചെയ്തു. അപ്പോൾ അലയ്ക്കാൻ വെളുക്കണില്ല, പോണില്ല, ഇതൊക്കെ നമ്മുടെ ഒരു തോന്നല. പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യവും, അതുപോലെ അടുക്കള പണികളും. ഈ ഭർത്താവ് ഒരു ഉപകരണത്തിനെ പോലെ അവിടെ പേപ്പറും പിടിച്ചിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അടുപ്പിച്ച നുറുക്കിയൊക്കെ ഒന്ന് കൊടുക്കുക. വേണ്ട, സ്ത്രീകളുടെ കൂടെ ഒന്ന് വന്നിരുന്നാൽ മതി. ഫിറ്റ്നസിൻ്റെ ഇടക്കൂടെ എന്താണെന്ന് പറയും. അവർക്ക് നല്ല മോട്ടിവേഷനാണ്. അവർക്ക് ഒത്തിരി സംസാരിക്കാനൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടക്കൂടെയൊക്കെ ഒന്ന് കേട്ടാൽ തന്നെ ഒത്തിരി എനർജി റിലീസാകും. അതുപോലെ ഞാനും എൻ്റെ വൈഫും കൂടെ ഇടയ്ക്ക് ഓപ്പൺ എയറിൽ നടക്കാനായിട്ടൊക്കെ, ഇവിടെ വാക്ക് വേണ്ട, അവിടെ നടക്കാൻ പോകും. അല്ലെങ്കിൽ ജിമ്മിൽ പോയാൽ ട്രെഡ്മില്ലിൽ നടക്കും. പ്രത്യേകിച്ച് ദമ്പതികൾ ഒരുമിച്ച് ഒരു വാക്ക് വേല പാർക്കില അല്ലെങ്കിൽ കടലോരത്ത ബീച്ചിലൊക്കെ ഒന്ന് നടക്കുമ്പോൾ കുറച്ച് സമയമൊക്കെ ഒന്ന് തുറന്ന് നടക്കുകയും കൈപിടിച്ച് നടക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മൈൻഡൊക്കെ ഒത്തിരി റിലാക്സ് ആകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തൊക്കെ ഈ ബ്രദർ പറയണമെന്ന് പറയും, ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകണില്ലല്ലോ. അല്ല, വചനത്തിലുള്ള കാര്യങ്ങൾ പങ്കുവച്ച കൂട്ടത്തിൽ വീണ്ടും ഉൽപ്പത്തി. അപ്പോൾ ഊർജ്ജസ്വലതയോടെ ഇരിക്കാൻ സുഭാഷിതം 31:7 എന്ത് വ്യായാമം ആവശ്യമാണ്. അരമുറുക്കി ഈ ജിമ്മിലൊക്കെ മത്സരിക്കാൻ വരുമ്പോൾ ബെൽറ്റൊക്കെ ഇട്ടിട്ട് മുറുക്കി വലിച്ചു കെട്ടി അങ്ങനെയൊക്കെ അടിക്കും. അപ്പോൾ വിജയിക്കുമ്പോൾ അതൊരു മോട്ടിവേഷനാണ്. വിജയം എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ്. ഏത് മേഖലയിലായാലും വിജയം എന്ന് പറയുമ്പോൾ സങ്കീർത്തനം 20:5, 1 Corinthians 15:57 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവരോട് എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയും. എല്ലാം ചെയ്യാൻ, പാപം ചെയ്യാതിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നമുക്ക് തന്ന ശരീരത്തെ നല്ല വിശുദ്ധമായും വിജയകരമായും രോഗമില്ലാതെയും, എപ്പോഴും രോഗം എന്നും പറഞ്ഞ് നടക്കുന്നവരെ കാണാൻ കേൾക്കാൻ വല്ലവർക്കും ഇഷ്ടമുണ്ട്. ഓടി രക്ഷോട്ടുകൾ എന്തേ രോഗം വന്നുണ്ട്, രോഗി വന്നുണ്ടെന്ന് പറയും. കാരണം എന്നാൽ നല്ല ഊർജ്ജസ്വലതയോടെ നല്ല ഉന്മേഷത്തോടെ സംസാരിക്കുന്നവർ, അല്ലെങ്കിൽ അവരൊന്ന് നോക്കി ചിരിച്ച കണ്ടു കൊതി തീർന്നതിന് മുമ്പ് തന്നെ അയ്യോ പോയല്ല എന്ന് പറയും. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആളുകളുടെ സാന്നിധ്യം. പരിശുദ്ധ അമ്മയുടെ അഭിവാദന സ്വരം. മലമ്പ്രദേശത്തൂടെ പരിശുദ്ധ അമ്മ താൻ ഗർഭിണിയായപ്പോൾ മലമ്പ്രദേശത്തൂടെ ഇന്നത്തെ കണക്കിന് ഒത്തിരി 100 കിലോമീറ്ററുകൾ യാത്ര ചെയ്താണ് തൻ്റെ ഇളയമ്മയായ എലിശ പുണ്യവതിക്ക് ശുശ്രൂഷ ചെയ്യാൻ പോയി. അമ്മയെ കണ്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ അഭിവാദന സ്വരം, ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും വിഷ് ചെയ്തിട്ട് ആരെങ്കിലും എനർജി കിട്ടിയിട്ടുണ്ടോ? പോസിറ്റീവ് എനർജി നിന്നുകൊണ്ട് ചെയ്താൽ അത് കിട്ടും. ഒരു ഷൈക്ക് ഹാൻഡ് കൊടുത്താൽ അതിൽ വരെ സ്പാർക്ക് ഉണ്ടാകും. അതിന് നമ്മളിൽ എനർജി വേണം, ഫ്രഷ്നെസ് വേണം, സന്തോഷം വേണം, സ്പിരിച്വാലിറ്റി വേണം.
എപ്പോഴും ആത്മീയത എന്നും പറഞ്ഞ് കൂടും കെട്ടിയിരുന്നിട്ട് ചെളിവാരി എറിയുന്നവരുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിൽ, ഞങ്ങളുടെ ധ്യാനത്തിന് വന്നില്ലെങ്കിൽ, ഞങ്ങളുടെ ധ്യാനഗുരുവിൻ്റെ അടുത്ത് വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ പോയില്ലെങ്കിൽ, അത് വായിച്ചില്ലെങ്കിൽ, ഇതൊന്നും അല്ല ഈ ചുരുങ്ങിയ ജീവിതം. എന്തിനാ കടിപിടിച്ചും തർക്കിച്ചും തല്ലിത്തലയേറി ഇതാവുന്നത്? ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് നടക്കും. പ്രാർത്ഥന വേണം, സ്പിരിച്വാലിറ്റി വേണം. ഞായറാഴ്ച കുർബാന മുടക്കരുത്. അതുപോലെ ദിവസവും പോകാൻ പറ്റുമെങ്കിൽ പരമാവധി പള്ളിയൊക്കെ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. എല്ലാ ദിവസവും കുർബാന സ്വീകരിച്ചാൽ അത് ഉത്തമമായ ഈ കായിക പരിശീലനം പോലെ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ഗുണം ചെയ്യും. നല്ല ഏകാഗ്രത കിട്ടും. പ്രൈസലോ. അതുപോലെ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ഈ വിരലിലിങ്ങനെ ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പയുടെ പടമൊക്കെ കണ്ടിട്ടില്ലേ? നമ്മുടെ ബ്രെയിനിലേക്കാണ് അതിൻ്റെയൊക്കെ ഒത്തിരി മോട്ടിവേഷൻ അല്ലെ ഹോർമോൺ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ ഉൽപ്പത്തി 1:29 അടുത്ത വചനം. എല്ലാം രുചികരവും സുന്ദരവും ആരോഗ്യകരവും ഉന്മേഷദായകമായിട്ട് നടക്കണമെന്ന ദൈവം എല്ലാം സൃഷ്ടിച്ചിട്ട് പറഞ്ഞൊരു വാക്ക് എല്ലാം വളരെ നന്നായിരിക്കുന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി 1:29. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ആ വചനമല്ല കേട്ടോ. 1:29 പറഞ്ഞിരിക്കുന്നത്, ദൈവം അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമായി തരുന്നു. അപ്പം നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കണം. പ്രോട്ടീൻസ് വേണം, മിനറൽസ് വേണം, വിറ്റാമിൻസ് വേണം, കാൽസ്യം വേണം. നല്ല രുചികരമായ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. മനുഷ്യനത് ആസ്വദിച്ച് കഴിക്കണം. മീനാകട്ടെ, ഇറച്ചിയാകട്ടെ, മുട്ടയാകട്ടെ, പയറുവർഗ്ഗങ്ങളാകട്ടെ, കിഴങ്ങുകളാകട്ടെ, നന്ദിയോടെ നമ്മളിതെല്ലാം സ്വീകരിച്ചിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ദൈവം അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള ഉൽപ്പത്തി 1:20 ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായിട്ട് തരുന്നു. അതുകൊണ്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുവാനായിട്ട് ആര് ആഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. ഇതിൽ കൂടുതൽ വേറെ വല്ലവരും ആഗ്രഹിക്കാനുണ്ടോ? അതുകൊണ്ട് നമുക്ക് തന്നെയാണ് ആദ്യത്തെ ഉത്തരവാദിത്വം. അപ്പോൾ രോഗങ്ങൾ തടയാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ, കിഴങ്ങുകൾ, നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാലുള്ള ഗുണം എന്താണ്? രോഗങ്ങൾ തടയും. ഇത് ഇമ്മ്യൂണിറ്റി പവർ കൂടും. നല്ല ഭക്ഷണങ്ങൾ ദൈവം നമുക്ക് ഈ പ്രപഞ്ചത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തിന്നു വീർത്ത് തടിയും മുറ്റി രോഗിയായി തീരാനാണ്, ലിമിറ്റില്ലാതെ തിന്നാനാണ്. എല്ലാം വേണം, പങ്കുവെച്ച് അനുഭവിക്കണം, ആസ്വദിച്ച് കഴിക്കണം, രുചികരമായിട്ട് ഭക്ഷണം കഴിക്കണം. വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് ആത്മീയമായിട്ടും ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മുടെ ആന്തരിക അവയവങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കും. ആന്തരികമായ സമ്മർദ്ദങ്ങൾ പുറത്തു പോകും, കോൺസെൻട്രേഷൻ കിട്ടും. ഇതൊക്കെ ചെയ്യുമ്പോൾ ഏകാഗ്രതയോടെയൊക്കെ ചെയ്തില്ലെങ്കിൽ അത് മറിഞ്ഞു വീണു അല്ലെങ്കിൽ വല്ലതൊക്കെ വീണ് പറ്റാനായിട്ട്. അപ്പോൾ ഏകാഗ്രത വർദ്ധിക്കാനായിട്ട് സാധിക്കും. ഈ കുറ്റവും കുറവും പറയുന്ന സ്വഭാവവും കൊണിച്ചം കണ്ടുപിടിക്കുന്ന സ്വഭാവവും തർക്കിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള പലരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന, പറഞ്ഞു വിടുന്ന ഉണ്ട്. എന്തിലെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കുക. അല്ല, അലസൻ്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണ്. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അവനെല്ലാത്തിലും കുറ്റവും കുറവും കണ്ടുപിടിക്കും. അപ്പോൾ അലസത മാറണമെങ്കിൽ നല്ല എനർജറ്റിക് ആകണം, രക്തം തിളക്കണം, നല്ല ഓക്സിജൻ്റെ പ്രവാഹം ശരീരത്തിൽ ഉണ്ടാകണം. ഹോർമോൺ പ്രവർത്തനങ്ങളെല്ലാം നമ്മളിലെ ഊർജം ഇങ്ങനെ ചലിക്കുമ്പോൾ ഊർജ കേന്ദ്രങ്ങളുണ്ട്. നമുക്ക് ചില പോയിൻറ്റ്സ് ഉണ്ട്, അതൊക്കെ സജീവമാകും, സ്ട്രോങ് ആകും, എനർജി പുറപ്പെടുവിക്കും, റിലീസാകേണ്ടത് റിലീസാകും. അപ്പോൾ ജീവിതത്തിൽ ചൈതന്യത്തിൻ്റെയും ഊർജത്തിൻ്റെയും മികച്ച ഒഴുക്ക്. കാരണം ദൈവം നമ്മുടെ എല്ലാം ഉള്ളിൽ കേന്ദ്രഭാഗത്ത് ഹൃദയത്തിൽ വസിക്കുന്നു. അപ്പം നമ്മളിൽ വസിക്കുന്ന ആ ദൈവത്തെ നാണം കെടുത്താതെ നമ്മൾ ഉന്മേഷത്തോടെയും ഉണർവോടെയും ഈ ലോകത്ത്, നമുക്കറിയാം, ഒരു ചുരുങ്ങിയ പൂവാണോ നിങ്ങൾക്കിഷ്ടം, ഒരു വിടർന്ന പൂവാണോ ഇഷ്ടം? ഒരു വിടർന്ന പൂവാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കാണും. ഇതുപോലെ തന്നെ നമ്മൾ നല്ല എനർജറ്റിക്, അയ്യോ 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 എന്നും പറഞ്ഞിരിക്കുന്നവരെ നമുക്ക് വല്ലവർക്കും ഇഷ്ടമാണ്. അയ്യോ ഓടി രക്ഷപ്പെടും, വെട്ടുപോയല്ല എന്ന് പറയും, തോമസ് കുട്ടി വിട്ടോടാന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. മാനസിക രോഗങ്ങൾ പോലും വ്യത്യാസം വരും, ഡിപ്രഷൻ മാറും.
ഇത് കാര്യമായിട്ടാണ് പറഞ്ഞത്. നല്ല ഒരു ട്രെയിനറിൻ്റെ സഹായത്തോടെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിരിമുറുക്കങ്ങളൊക്കെ മാറും, ഡിപ്രഷനൊക്കെ മാറും, ബൈപ്പോളർ ഡിസോർഡർ മാറും, OCD ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, ഈ ഫോണൊക്കെ വെച്ചിരുന്നിരുന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ അഡിക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. രോഗമായിട്ട് തീരുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിനൊക്കെ മരുന്നിനേക്കാൾ കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ മൈൻഡൊന്ന് മാറ്റാൻ, പതിയെ അതിൽ നിന്ന് വിട്ടു വരാനായിട്ട്, അധികമായാൽ അമൃതും വിഷമെന്ന് പറയും. അപ്പോൾ ഫോൺ ഉപയോഗിച്ച് ഫോൺ മാറ്റിയാലും മാറ്റാൻ പറ്റുന്നില്ല. ഭയങ്കര ദേഷ്യം, അരിശം, അതുപോലെ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം, പെട്ടുപോയി ഒരാഴ്ച വീണിട്ട് പിന്നെ കരയറാൻ പറ്റുന്നില്ല. തെറ്റായ വ്യക്തിബന്ധങ്ങൾ, അതിൽ നിന്നെല്ലാം പുറത്തു വരും. നമ്മുടെ ആത്മാഭിമാനം വർദ്ധിക്കും, നല്ല ചൈതന്യം കിട്ടും, നല്ല പ്രസരിപ്പ് കിട്ടും, നല്ല ഉന്മേഷത്തോടെ സംസാരിക്കാൻ പറ്റും, 4 ആളുടെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു ധൈര്യം കിട്ടും. അങ്ങനെയൊക്കെയുള്ള പരിശീലനങ്ങളാണ് ഈ പരിപാടികളിലെല്ലാം നടക്കുന്നത്. അപ്പോൾ വ്യായാമം നല്ലതാണോ? ബൈബിളിലുള്ള വചനങ്ങളാണ് പങ്കുവച്ചത്. എൻ്റേതായിട്ട് ഞാൻ ചില അനുഭവങ്ങൾ മാത്രമേ പങ്കുവച്ചിട്ടുള്ളൂ. കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ദൈവം ഞങ്ങളെ ഈ ഒരു വചന ശുശ്രൂഷയോടൊപ്പം ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. ഞങ്ങൾ അന്വേഷിച്ച് വന്നതല്ല, ദൈവം അങ്ങനത്തെ ഒരു വഴിയിലേക്ക് ഞങ്ങളെ തിരിച്ചു വിട്ടു. ഇപ്പോൾ ചിലരെല്ലാം മുൻവിധി നടത്തി, നമ്മളത് പറയാൻ പാടില്ലെങ്കിലും പറയുകയാണ്, മകനാ ഇതിലോട്ട് വിടല്ലേ, ഇതിനൊക്കെ പോണവർ മസിലും വീർപ്പിച്ച് നടക്കലേ ഉണ്ടാവുകയുള്ളൂ, വേറെ പണിക്കൊന്നും പോകില്ല, ആകെ ഒരു ആന്തരികമുള്ളതാണ്. ഇപ്പം അവനാ ഞങ്ങളെല്ലാ കാര്യങ്ങളും നോക്കുന്നത്. എവിടം വരെ എത്തിച്ച് എറണാകുളത്ത് മാത്രമല്ല, എറണാകുളം ജില്ല മാത്രമല്ല, കേരള സ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന മിക്ക പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ആയിട്ട് ഇതെല്ലാം അടിച്ചു വന്നു. ഏഷ്യൻ രാജ്യങ്ങളുടെ ആ ഇടയിൽ ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വന്നപ്പോൾ അവരിൽ 1ാം സ്ഥാനം നേടി, സ്വർണ്ണ മെഡൽ നേടി. അപ്പോൾ ഈ പറഞ്ഞവരൊക്കെ അവിടെ പോയി. നമുക്ക് എന്തിനെക്കുറിച്ച് വേണമെങ്കിലും വില കുറച്ച് കാണാം, ആരെ വേണമെങ്കിലും ചവിട്ടി താഴ്ത്താം, അല്ലെങ്കിൽ മറ്റു പലരുടെ അനുഭവങ്ങൾ കണ്ടിട്ടായിരിക്കും. അത് എല്ലാ രംഗങ്ങളിലും ഉണ്ട്. ഏത് രംഗങ്ങളിലാണ് ഇല്ലാത്തത്? ഉഴപ്പുന്നവരും അലസത വിചാരിക്കുന്നവരും അത് ദുരുപയോഗം ചെയ്യുന്നവരും. അപ്പോൾ നമുക്ക് മികച്ചതാകാൻ നമ്മളിലുള്ള നൈസർഗികമായ, കായികപരമായ, കലാപരമായ കഴിവുകൾ ഒളിച്ചു വെക്കാതെ, മറച്ചു വെക്കാതെ, അവരും പറയുന്നത് കേൾക്കാതെ നമുക്ക് നമ്മളെക്കുറിച്ച് ബോധ്യം ഉണ്ടാകണം. കണ്ടെത്തി അത് വളർത്തിയെടുത്താൽ അത് ജീവിതമാർഗവും ഉപജീവന മാർഗവും മറ്റുള്ളവർക്ക് ഒത്തിരി അപകർഷതാബോധത്തിനും രോഗത്തിനും ഉന്മേഷക്കുറവിനും പൊണ്ണത്തടിക്കും മെലിഞ്ഞുണങ്ങിയതിനൊക്കെ അടിപ്പെട്ട പെൺ ഭേദമന്യേ സമൂഹത്തിന് ഉന്നത രംഗങ്ങളിൽ വ്യാപരിക്കുന്ന പലരെയും വർക്കൗട്ട് ചെയ്ത് പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇളയ കൊച്ചായാലും തേവര കോളേജിൽ സ്പോർട്സ് അത്ലറ്റിക്കായിട്ട് യൂണിവേഴ്സിറ്റി തലത്തിലും അതുപോലെ ഇപ്പോൾ നാഷണൽ ലെവൽ വരെ ഇറങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഇതിലൂടെ തന്നെ ഈ പവർ ലിഫ്റ്റിങ്ങിൻ്റെ ഇതിലൂടെ, വെയ്റ്റ് ലിഫ്റ്റിങ്ങിൻ്റെ ഇതിലൂടെ മികവ് കാണിച്ചപ്പോൾ മറ്റ് കായിക ഇനങ്ങളിലേക്ക് കൂടെ അധ്യാപകർ തിരിച്ചു വിടുകയാണ്, കഴിവുണ്ടല്ലോ എന്നും പറഞ്ഞ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ടാലൻസ് ഉണ്ട്. അതുകൊണ്ട് മക്കളെ ആയാലും നമുക്കായാലും പ്രായമായില്ല ഇനി എന്തെന്ന് പറയും. ഞാൻ 49ാമത്തെ വയസ്സിലാണ് നാഷണൽ ലെവലിൽ എത്താൻ സാധിച്ചത്. പണ്ട് പറ്റാത്ത പല കാര്യവും ഇപ്പോൾ. അതുപോലെ എൻ്റെ മകനെയൊക്കെ മുൻപൊരു സ്കൂളിൽ പഠിക്കുമ്പോൾ തഴഞ്ഞു കളഞ്ഞ, വലിപ്പമില്ല അല്ലെങ്കിൽ ചെറുതാണെന്നൊക്കെ പറഞ്ഞ് ജില്ലയിലോട്ട് സെലക്ഷൻ കിട്ടിയപ്പോൾ തഴഞ്ഞു നിർത്തിയിട്ട് കൊച്ചു ഇവിടെ വന്ന് കരഞ്ഞ് പോകേണ്ട ദിവസം കൊണ്ടുപോയില്ല. അതിന് പകരം വേറെ വലിപ്പമുള്ള പിള്ളേരെ മത്സരത്തിന് കൊണ്ടുപോയി. പക്ഷെ ആ കണ്ണുനീര് ദൈവം കണ്ടു. ഇന്ന് അവൻ പോയി ഈ മികവുകൾ നേടുക മാത്രമല്ല, ഈ മേഖലയിൽ ഒത്തിരി കുട്ടികളെ പരിശീലിപ്പിച്ച് മത്സരങ്ങൾക്ക് ഇറക്കുന്നുണ്ട്. നാഷണലൊക്കെ അടിച്ചാൽ 100 മാർക്ക് SLC അതുപോലെ +2 ഡിഗ്രി തലങ്ങളിൽ നമ്മുടെ മാർക്ക് കുറവുള്ള വിഷയങ്ങളിലൊക്കെ ആഡിയത് കിട്ടും. പിന്നെ ജോലിക്കും കേന്ദ്ര ഗവൺമെൻറ് ജോലികൾക്കും സംസ്ഥാന ലെവലിൽ ജോലികൾക്കൊക്കെ കിട്ടുമ്പോൾ ഫസ്റ്റ് സെലക്ഷൻ കിട്ടാൻ, അഡ്മിഷൻ കിട്ടാൻ എല്ലാത്തിനും ഉപകരിക്കും. പണ്ടത്തെ രീതിയൊക്കെ മാറി, കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ തനിക്ക് വന്ന ഈ ഇതുപോലെയുള്ള ദുരനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കാൻ ഇന്ന് പല കുട്ടികളെയും ഈ മേഖലയിൽ പരിശീലിപ്പിക്കുകയും മത്സരങ്ങൾക്ക് കൊണ്ടുപോവുകയും അവരും ഇതോടൊപ്പം മികവ് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വ്യായാമം നല്ലതാണോ? നല്ലത് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട്, കായികമായ പരിശീലനം കൊണ്ട് പ്രയോജനമുണ്ടെന്ന് ബൈബിള് പറഞ്ഞു തന്ന ഇതാ ദൈവം മനുഷ്യന് പോഷകസമൃദ്ധമായതെല്ലാം തന്നു. പോഷകസമൃദ്ധമായതെല്ലാം തിന്നുകൊണ്ടിരിക്കാൻ മാത്രമല്ലല്ലോ ആ ശരീരത്തെ അതിൻ്റെ രോഗിയാകാതെ അല്ലെങ്കിൽ പ്രായമാവുന്നതിന് മുമ്പേ പൊണ്ണത്തോടെ രോഗിയായി മാറാതെ ദൈവം തന്ന വിശുദ്ധിയിലും ചൈതന്യത്തിലും ആരോഗ്യത്തോടെ മരിക്കുന്നവരെ നല്ല ഫ്രഷായിട്ടിരിക്കാനായിട്ട് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടി
ഇടയാക്കും. ഇത് കേട്ട അനേകരിൽ തെറ്റായ ബോധ്യങ്ങൾ മാർക്കോസ് 12:24 വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അതുകൊണ്ട് ഇനിയുണ്ട് ബൈബിളിൽ, ഇനിയുണ്ട് വ്യായാമമായിട്ട് ബന്ധപ്പെട്ട ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങൾ. ഇപ്പോൾ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ തന്നെ 42 മിനിറ്റ് ചെല്ലാനുമായി. അപ്പോൾ അതുകൊണ്ട് ഇത്രയും സമയം നിങ്ങൾ എന്നെ കേട്ടതിനും ശ്രദ്ധിച്ചതിനും ഒക്കെ നന്ദി. നിങ്ങൾക്കും പരിചയമുള്ള വചനങ്ങളോ അനുഭവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ പോസ്റ്റ് ചെയ്തേക്ക്. ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുമല്ലോ. വ്യായാമം പ്രയോജനകരം തന്നെയാണ്. അങ്ങനെ ഇല്ലാത്തവർ ആദ്യമേ തന്നെ ഓടിക്കറി ഒറ്റയടിക്ക് ചെയ്യാൻ തുടങ്ങാനല്ല, ഇനി മുതലെങ്കിലും അതൊക്കെ പരിശീലിക്കുക. ഒരുപാട് മരുന്ന്, മഞ്ഞ ഗുളിക, പച്ച ഗുളിക, നീല ഗുളിക എന്നും പറഞ്ഞ് വാരി തിന്നുന്ന പ്രവണത മാറ്റി പല മരുന്നുകളും ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് ചെല്ലുമ്പോൾ വെട്ടിച്ചുരുക്കും. ഒന്നുകിൽ നടത്തമോ ഓട്ടമോ അല്ലെങ്കിൽ ജിമ്മിലോ വർക്കൗട്ടോ അതുമായിട്ട് പെട്ട കായിക പ്രവൃത്തികൾ ഒരു ശീലമാക്കി മാറ്റുക. അതുപോലെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുക, ഒരു പ്രത്യേക ഭാഗം വായിക്കുക, വചനം ശ്രവിക്കുക യൂട്യൂബിലൂടെ. അതുപോലെ ഒരമണിക്കൂറെങ്കിലും മിനിമം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക, കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ പങ്കെടുക്കുക. എല്ലാം ഭംഗിയായിരിക്കും. നിങ്ങളുടെ ജീവിതം അടിമുടി മാറും. മുഖത്തിന് നല്ല തിളക്കം കിട്ടും. എല്ലാത്തിനും അഡ്വാൻസ്ഡ് ആയിട്ട് ഉത്കണ്ഠയല്ല, ആങ്സൈറ്റി അല്ല, ഒരു പ്രേരക ശക്തി കിട്ടിക്കൊണ്ടിരിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.